ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി ശ്രീ വി ജോയ് കൂടി എന്നോടൊപ്പം ടെലിഫോൺ അയച്ചിരിക്കുകയാണ്. ശ്രീ വി ജോയ്, ഇവിടെ പോലീസ് പ്രശ്നമുണ്ടാക്കി, CPIM പ്രശ്നമുണ്ടാക്കി, അതിനെ തുടർന്നൊക്കെയാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന വാദമാണല്ലോ BJP ഉയർത്തിയിരുന്നത്. അതിന്റെ പേരിലാണല്ലോ പോലീസ് സ്റ്റേഷൻ മാർച്ചടക്കം നടത്തിയത്. ആത്മഹത്യാക്കുറിപ്പിൽ പോലും പോലീസിനെതിരെയോ CPIM-നെതിരെയോ ഒരു പരാമർശം പോലുമില്ല എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഇതിൽ പരാതിക്കാരിയായ വത്സല തന്നെ പറയുന്നു, അനിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോലീസിന്റെ അടുത്തേക്ക് പോയത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും മാന്യമായ സമീപനമാണ് ഉണ്ടായത്, ഒരു ഭീഷണിയും ഉണ്ടായില്ല. അവിടെ അനിൽ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബാങ്കിലെ മറ്റാളുകൾ ചേർന്ന് എന്നെ ഒതുക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പോലീസിലേക്ക് പോകണം എന്ന് പറഞ്ഞുവെന്നാണ് പരാതിക്കാരിയായ വത്സല പറയുന്നത്. ഈ ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുകൂടി പുറത്തേക്ക് വരുമ്പോൾ BJP നേതൃത്വം പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഒരിക്കൽ കൂടി തെളിയുകയല്ലേ? തന്നെ BJP ഒരു ഒളിക്കുന്നുണ്ടായിരുന്നു. എന്തോ കുറെ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ആ പ്രശ്നങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് BJP-യുടെ നേതാക്കന്മാർ ചെയ്തത്. അതുകൊണ്ടാണ് ആ ബോഡി കിടക്കുന്ന സന്ദർഭത്തിൽ മാധ്യമപ്രവർത്തകരെ ആദ്യം തന്നെ തള്ളുന്നു, ചീത്ത വിളിക്കുന്നു, അവരുടെ ക്യാമറ തള്ളി തറയിടുന്നു, ലെൻസ് പൊട്ടിക്കുന്നു, അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു. ബോഡി കിടക്കുമ്പോൾ തന്നെ വൈകുന്നേരം അടിയന്തരമായിട്ട് അവരുടെ ജില്ലാ പ്രസിഡന്റ് പത്രസമ്മേളനം വിളിച്ച് CPM-ഉം പോലീസുമാണ് അതിന്റെ പിന്നിലെന്ന് അഡ്വാൻസ് ആയിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് വളരെ പ്രകോപനപരമായിട്ട് മാധ്യമപ്രവർത്തകയോട് തട്ടിക്കയറുന്നു, എടി എന്ന് വിളിച്ച് സംസാരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് എന്തോ BJP-ക്ക് മറച്ചു വെക്കാനുണ്ടായിരുന്നു. അത് പത്രപ്രവർത്തകർ ചികഞ്ഞെടുക്കുമോ എന്നുള്ള സംശയമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോ എല്ലാം പകൽ പോലെ വെളിച്ചമായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ ആളുകൾക്ക് ആണ് പണം കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച് അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും സഹായിച്ചു, പക്ഷെ എന്നെ സഹായിക്കാൻ ആരും ഇല്ലാത്ത സാഹചര്യം വന്നു. അപ്പോ ഇതെല്ലാം ഒരു മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം എഴുതിയ ഒരു കത്താണത്. അപ്പോ BJP-ക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ പറഞ്ഞത് മുഴുവൻ കളവായിരുന്നു, മുഴുവൻ തെറ്റായിട്ടുള്ള ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എന്നുള്ളത് പകൽ പോലെ വെളിച്ചമാണ്. ഇന്നിപ്പോ നിങ്ങൾ ഈ ഓഡിയോ കൂടി പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളീയ സമൂഹം, പ്രത്യേകിച്ചും BJP-യുടെ സാധാരണ പ്രവർത്തകർ, BJP നേതൃത്വത്തിനെതിരായിട്ട് തിരിയുന്ന അതിശക്തമായിട്ടുള്ള ഒരു രീതിയാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് ശ്രീ വി ജോയ്. അതായത് ഇപ്പോൾ ഇന്നലെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, നമ്മുടെ ആളുകൾ പണം എടുത്തുകൊണ്ട് പോയിട്ട് തിരികെ നൽകിയില്ല, അങ്ങനെ വഞ്ചിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ നമ്മുടെ ആളുകൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വി മുരളീധരൻ നൽകിയ ന്യായീകരണം താങ്കൾ കേട്ട് കാണുമല്ലോ. ആ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് BJP-ക്കാരാണ് എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. ചെറുപ്പം മുതൽ സംഘപരിവാർ രാഷ്ട്രീയത്തിലൂടെ മാത്രം വളർന്നു വന്ന തിരുമല അനിൽ നമ്മുടെ ആളുകൾ എന്ന് പറയുമ്പോൾ അത് BJP-ക്കാരനല്ല എന്ന് പറയണമെങ്കിൽ ആ മനുഷ്യനെ മരണത്തിന് ശേഷവും ഈ BJP നേതൃത്വം അവഹേളിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതായത് ഈ തിരുമല അനിൽ എന്ന് പറയുന്നത് ഭാവിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ നയിക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരു കേഡറായിരുന്നു അവരുടെ. അതുപോലെ തന്നെ ജില്ലയിലെ അവരുടെ പാർട്ടിയെ നയിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേഡറായിരുന്നു. അയാളെ നശിപ്പിക്കുക എന്നുള്ളതാണ് BJP-യുടെ ലക്ഷ്യമായിരുന്നത്. ആ ലക്ഷ്യമുള്ളത് കൊണ്ടാണ് അവര് BJP-യുടെ നേതാക്കന്മാർ ആദ്യം പറഞ്ഞത് എന്താ, ഈ സഹകരണ സ്ഥാപനവുമായി BJP-ക്ക് ബന്ധമില്ല, BJP അല്ല ഇതിന്റെ ഭരണസമിതി എന്ന് കൃത്യമായിട്ട് അവർ പത്രക്കാരോട് പറഞ്ഞു. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. BJP അല്ലാതെ ചൂടാറ് മുമ്പെയാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അതെ, അങ്ങനെ പത്രസമ്മേളനം നടത്തി എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെ പറയുകയാണ്, ഈ സംഘവുമായി ബന്ധപ്പെട്ട് BJP-ക്ക് ഒരു ബന്ധവുമില്ല, അനിലിന്റെ വ്യക്തിപരമായി കൊണ്ടു നടന്നൊരു സംഘമാണ് എന്ന നിലയിലേക്കാണ് BJP ആദ്യം തന്നെ ഇതിനെ പ്രതികരിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കൂ, എത്ര മോശമായിട്ടാണ് ഇത്രയും കാലം അദ്ദേഹത്തിന്റെ നീര് നൽകി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചോര നൽകി വളർത്തിയ ഒരു പ്രസ്ഥാനം അവസാനം അദ്ദേഹത്തെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, BJP വെട്ടിലായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസ് അന്വേഷണം വരുന്നതോടുകൂടി BJP-യുടെ നേതൃത്വര വല്ലാതെ വിഷമിക്കുന്ന, വിയർക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും.
ഇവിടെ താങ്കൾ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ബാങ്ക് ഭരണസമിതി BJP-യുടേതല്ല, സ്വന്തം നിലയ്ക്ക് നടത്തിയതാണ് എന്നൊക്കെയുള്ള ന്യായീകരണമാണ് അവർ നടത്തിയത്. അതും പൊളിയിക്കുന്ന രേഖകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ബാങ്ക് ഭരണസമിതിയിൽ ഇരിക്കുന്നവർ ആരൊക്കെയാണ് എന്നതൊക്കെ. എം ഗോപാൽ എന്ന് പറയുന്ന BJP-യുടെ തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റായ വ്യക്തിയാണ് ഈ സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റ്. അദ്ദേഹമാണ് അതിനെ വിപുലീകരിച്ചതും. അപ്പോൾ എല്ലാവരും BJP-യുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്, അവരുടെ നേതൃതലങ്ങളിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്ന ആ ന്യായീകരണത്തിന്റെ ആ ന്യായീകരണത്തെ എങ്ങനെയാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്? ഇത്ര പച്ചക്കള്ളം ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് അടക്കം വിളിച്ചു പറയാൻ എങ്ങനെ ഇവർക്ക് സാധിക്കുന്നു, ശ്രീ വിജോയ്? അതിലെ ഇവര് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതൽ തന്നെ BJP ലീഡർഷിപ്പ് എന്തോ ഒളിക്കുകയായിരുന്നു. ആ ഒളിക്കുന്നത് ഈ അനിലിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് അവർ നടത്തിയിരുന്നത്. ആ ശ്രമം യഥാർത്ഥത്തിൽ വിജയം കണ്ടു. അനില് അവസാനം ഒന്നുമല്ലാതെ ഒരു രണ്ട് തുണ്ട് കടലാസിൽ തന്റെ അനുഭവം മുഴുവൻ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് BJP-യുടെ ലീഡർഷിപ്പാണ്. ഈ ഭരണസമിതി യഥാർത്ഥത്തില് BJP എന്ന് പറയാൻ നാവ് പൊങ്ങി എന്നുള്ളതാണ് ലീഡർഷിപ്പിന്. BJP-യുടെ നേതാക്കന്മാർക്ക് നാവ് പൊങ്ങി എന്നുള്ളതാണ്. അവർ തന്നെ നയിച്ചതാണ്, അവർ തന്നെ കൊണ്ടു നടന്നതാണ്, പിന്നീട് അനിലിനെ ഏൽപ്പിച്ചതാണ്. ഇത് നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് BJP-ക്ക് ഇതിന്ന് ഒരു കാരണവശാലും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പോലീസിനെ പഴിചാരിയോ CPM-നെ പഴിചാരിയോ രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. പോലീസിനെ പഴിചാരി രക്ഷപ്പെടാൻ അവർ വിചാരിച്ച് ഇന്നലെ ഒരു മാർച്ച് നടത്തിയത് 150 ആളുകളെ തികച്ച് ആ മാർച്ചിലേക്ക് കൊണ്ടുപോകാൻ BJP-ക്ക് സാധിച്ചോ? ഇന്നലെ വളരെ ദയനീയമായിരുന്നില്ലേ ഇന്നലെ ആ മാർച്ച്? അപ്പോൾ BJP-യുടെ സാധാരണ പ്രവർത്തകർക്ക്, സിറ്റിയിലെ പ്രവർത്തകർക്ക് അറിയാം ഇത് BJP നേതൃത്വത്തിന്റെ ഒരു കപടമായിട്ടുള്ള നിലപാടാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് BJP പ്രവർത്തകർ ആ പരിപാടിയിൽ നിന്ന് മാറി നിന്നത്. ശവസംസ്കാര ചടങ്ങിൽ നിന്ന് BJP-യുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് എന്തിനു മാറി നിന്നു? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇത്രയും പ്രധാനപ്പെട്ട നേതൃത്വം നൽകേണ്ട, തിരുവനന്തപുരം കോർപ്പറേഷന് നേതൃത്വം നൽകേണ്ട ഒരാൾ മരണപ്പെട്ടിട്ട് BJP ലീഡർഷിപ്പ് എന്തു ചെയ്തു? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് വരും കാലങ്ങളിൽ വളരെ ശക്തമായ അന്വേഷണത്തിന്റെ ഭാഗമായി BJP നേതൃത്വം പ്രതിക്കൂട്ടിലാകാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, താങ്ക് യു ശ്രീ വിജോയ്, ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.